ഹോർമുസിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഭാരതം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. പരിക്കേറ്റ നാവികർക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കും. വിശദാംശങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയത്. മറ്റു വിവരങ്ങൾ കൂടി. ഹോർമുസ് കടലിലൂടെ സഞ്ചരിച്ച 2 ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഭാരതം സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിലൂടെ സഞ്ചരിച്ച യുഎഇയുടെ MD അൽബഹിയ, MD മൊബാസ എന്നീ 2 കപ്പലുകളിലായി 30 ഭാരതീയരായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ അൽബഹിയ കപ്പലിൽ ഉണ്ടായിരുന്ന 12 ഭാരതീയരിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൊബാസ ഗുരുതരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മരണമടഞ്ഞ ഭാരത നാവികത്തോട് വിശ്വസനീയത രേഖപ്പെടുത്തിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമായ സഹായങ്ങളെല്ലാം നയതന്ത്ര കാര്യാലയങ്ങളും വിദേശകാര്യ മന്ത്രാലയം ഒരുക്കുന്നുണ്ട്. യുഎഇയിൽ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും സംഭവവികാസങ്ങളുമായി നിരീക്ഷിച്ചു വരികയാണ്. പരിക്കേറ്റ എല്ലാ നാവികർക്കും ആവശ്യമായ എല്ലാ സഹായം നൽകുമെന്നും ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട്. യുഎഇ അധികൃതരുമായി നിരന്തരമായി ബന്ധപ്പെടുകയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നാവികർക്കെതിരായ ആക്രമണം അന്താരാഷ്ട്ര ജലപാതകളിലെ നഷ്ടപ്പെടുത്തുന്ന നടപടികളെയും ഭാരതം ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയുടെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിന് നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്നും വാണിജ്യ കപ്പലുകൾക്കും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തണമെന്നും ഭാരതം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും പരിക്കേറ്റവർക്കുള്ള എല്ലാ സഹായവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും യുഎഇയിലെ ഇന്ത്യൻ എംബസിയും ചെയ്തു വരുന്നുണ്ട്. KP സുരേഷ്. ദുബായിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.